ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഗീതയിലെ ഉത്തരഗീതയിലെ 1-ാം അധ്യായത്തിൽ 5 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ 5 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അഥ പ്രഥമോധ്യായക അർജുനോവാച ഏതേകം നിഷ്കളം ബ്രഹ്മ വ്യോമാതീതം നിരഞ്ജനം അത്പദർക്യ അവിജ്ഞേയം വിനാശോൽപത്തിലക്ഷണം കാരണം യോഗ നിർമുക്തം ഹേതുസാധനവർജിതം ഹൃദയാംബുജം മധ്യസ്ഥം ജ്ഞാനജ്ഞേയസ്വരൂപകം തല്ലക്ഷണാം ദേവമുച്യതേ യൽജ്ഞാനാൽ ബ്രൂഹി കേശവാം സാധുപൃഷ്ടം മഹാബാഹോ ബുദ്ധിമാനസി പാണ്ഡവാം യന്മാം പൃച്ഛസി തത്വാർത്ഥ അശേഷം പ്രവദാമഹം ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പരസമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ. ഇതിൽ 3 ശ്ലോകങ്ങൾ അർജുനൻ്റെ ചോദ്യമാണ്. പിന്നെയുള്ള 2 ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞതാണ്. ഇതിൽ ശരിക്കും സംസ്കൃതം ശ്ലോകങ്ങൾ ഡൗൺലോഡ് ചെയ്തതിൽ കുറച്ച് ഭാഷയിലും ഇല്ലെങ്കിൽ അർത്ഥത്തിലൊന്നാ വരുന്നതെന്നുണ്ടെങ്കിലും ചില ലിറിക്സിൽ വ്യത്യാസം ഉണ്ടാകാം. അത് പ്രശ്നമാക്കേണ്ടെന്നർത്ഥം. നമ്മൾ യഥാർത്ഥത്തിൽ മലയാളം വ്യാഖ്യാനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൽ ചില മന്ത്രങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. സംസ്കൃതം ലിപിയിൽ വരുമ്പം അത് കുറച്ച് പദഭേദം വന്നിട്ടുണ്ടെന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇന്നലെ 5-ാമത്തെ ശ്ലോകം ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതയെ എന്ന് വായിച്ചു എന്ന് പഠിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ആ ഹംസയോഗം ആചരിക്കണമെങ്കിൽ അതിനു മുമ്പ് യോഗയിൽ തന്നെ ഒരു തയ്യാറെടുപ്പ് വേണം. അതാണ് ഞാൻ ഇന്നലെ അഷ്ടാംഗ യോഗത്തെപ്പറ്റി പറഞ്ഞത്. ഇതിൽ 6 പടി കടക്കണം. അതായത് ധാരണ, ഈശ്വരനെ പറ്റി യഥാർത്ഥ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസവും ഒക്കെ പോയിട്ട് യഥാർത്ഥ ധാരണ നമ്മുടെ ആജ്ഞാചക്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന് തക്കവണ്ണം നമ്മുടെ ശക്തിയെ, നമ്മുടെ ഹൃദയകമലം വരെ എത്തുമ്പോഴാണ്, ഈശ്വരശക്തി എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഭക്തിയിലേക്ക് തന്നെ വരിക. അത് ആ ഭക്തിയുടെ ശ്രേഷ്ഠത കൊണ്ട് നമ്മൾ സാധാരണ ഹൃദയകമലത്തിൽ ഈശ്വരവിശ്വാസമൊക്കെ തുടങ്ങിയാലും നിരീശ്വരവാദി ആകാതെയൊക്കെ പ്രവർത്തിച്ചാലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതികമായ നേട്ടങ്ങൾക്കും ഭഗവാൻ തന്നെ ഗീതയിൽ ചതുർവിധ ഭജന്തേമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലാണ് നമ്മൾ പെടുക. അതിൽ ഒന്നുകിൽ ദുഃഖം കൊണ്ട് ഈശ്വരനെ ഭജിക്കാൻ പോവുക, ഇല്ലെങ്കിൽ രണ്ടാമത് ദുഃഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം പ്രാർത്ഥനാബലത്താൽ സാധിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോവുക, ഇല്ലെങ്കിൽ ഈശ്വര വിശ്വാസം നിലനിർത്തുക. മൂന്നാമത്തത് ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വ്യത്യസ്തമായ ദേവന്മാരെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ യഥാർത്ഥ ശക്തി എവിടെയാണെന്നൊരു അന്വേഷണം, അത് തീർത്ഥാടനം വരെ എത്താം ആ അന്വേഷണം. ഈ 3 തലത്തിലെ സാധാരണ ഭക്തരുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഉയരാറില്ല സാധാരണ. അത് അനേകം പേരിൽ മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ അത് സിദ്ധേ എന്നൊക്കെ ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഗീതയിൽ. അപ്പോൾ ആയിരക്കണക്കിന് പേർ എന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിത്തിരിയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മജ്ഞാനമാർഗത്തിൽ 4-ാമത്തെ ഭഗവാന്റെ ലിസ്റ്റിൽ പെടുന്നവരാണ് ആത്മജ്ഞാനികൾ എന്ന് പറയുന്നത്, ആ ആത്മാന്വേഷികൾ. അപ്പോൾ ഈ ഓട്ടവും പാച്ചിലും എല്ലാം നടന്നിട്ട് നമ്മൾ ആത്മാവിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് ആത്മാന്വേഷി എന്ന് പറയുന്നത്. ഈ 4 കൂട്ടരും ശ്രേഷ്ഠ തന്നെയാണ്. ഇതിൽ ആത്മജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയമാണെന്നും പറയും. കാരണം അവരാണ് ശരിക്കും ആത്മബോധത്തോടു കൂടി ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആത്മബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഗീതയിൽ ആദ്യത്തെ 6 അധ്യായത്തിൽ പറയുന്നു. ഒരധ്യായം മുഴുവൻ അർജുനൻ്റെ ആ സാധാരണ വികലമായാലും സാധാരണ മനുഷ്യൻ്റെ 11 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അർജുനൻ പ്രകടമാക്കുന്നത്. അപ്പം അതിൽ ബുദ്ധിയൊക്കെ ഉണ്ട്, ജ്ഞാനമുണ്ട്, പക്ഷേ ഭൗതികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളിലൂടെയാണ് അതിനെയൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൗഢ്യം ബാധിക്കുന്നത്. അതാണ് അർജുനനോട് ഭഗവാൻ തന്നെ ചോദിക്കുന്നത്, നീ ഇത്ര വീരശൂര പരാക്രമിയായ ഒരു യോദ്ധാവ്, അതും ദൈവത്തിൻ്റെ
ദൈവീകമായ ഇന്ദ്രൻ്റെ നേരിട്ട് പുത്രനാണ്. അത്രമാത്രം ശ്രേഷ്ഠമായൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും നിനക്ക് ഈ ഒരു അവസ്ഥയിൽ അവനവൻ്റെ കർത്തവ്യകർമ്മം ചെയ്യേണ്ട സമയത്ത് എവിടെ നിന്നാണ് ഈ മൗഢ്യം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ മൗഢ്യം വന്നതിൻ്റെ കാരണം അർജുനൻ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് കാർപ്പണ്യദോഷോപഗത സ്വഭാവ പശ്ചാമത്തം ധർമ്മസമൂഢ ചെയ്ത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തയാഹം ശാതിമാന്താം പ്രവനം. ഭഗവാനെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് എനിക്ക് ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്ന സ്വഭാവത്താൽ എനിക്ക് കർമാധർമ്മങ്ങളെ ശരിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ശ്രേയസ് വേണമെന്നുണ്ട്. ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതൻ, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് നിശ്ചയിച്ച് അങ്ങ് പറഞ്ഞു തന്നാലും അതിനായിക്കൊണ്ട് ഞാനിത് അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ശരണാഗതി ഭക്തി. ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥ ആത്മബോധം ഉണ്ടാവും. അതായിരിക്കും ശ്രേയസ്. ആത്മബോധമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ 99% ഭക്തിയുള്ളവർ പോലും ഈ ആത്മബോധ തലത്തിലേക്ക് എത്തുന്നില്ല. ആദ്യത്തെ 3 കാറ്റഗറി, ഒന്നുകിൽ ദുഃഖം വരുമ്പോൾ അനുഭവിക്കുക, ഇല്ലെങ്കിൽ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് പ്രാരാബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടഭോഗങ്ങളെ ചോദിച്ച് ഭരിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് തീർത്ഥാടനവും കാര്യങ്ങളും പുറത്ത് അന്വേഷിച്ച് നടക്കുക. യഥാർത്ഥ ശക്തി എവിടെയാണെന്ന് അന്വേഷിച്ച് പല കാര്യങ്ങളും പല വിധത്തിൽ സാധിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തായിട്ട് പോകും, മറ്റുള്ളവർ പറയണ കേട്ടിട്ടാണെങ്കിൽ. അപ്പോൾ ഈ 3 തലത്തിലുള്ള ഭക്തിയും ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഖതാഭയ. അപ്പോൾ ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ചെല്ലുന്നുണ്ടല്ലോ, അതും ഒരു ശ്രേഷ്ഠത. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഖതോ. ഇങ്ങനെ പല ജന്മങ്ങളോ ചിലപ്പോൾ ഒരു ജന്മത്തിൽ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് കുറച്ചു നേരം ഇരുന്ന് കേൾക്കാനുള്ള അവസരമൊക്കെ കിട്ടുക, അതിന് യോഗ്യത കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. ഗുരുവായൂർ അനേകം പേര് ഭഗവാൻ ഇതൊക്കെ പറയുന്നത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ ഈ ഭാവത്തോടെ നമ്മൾ അവിടെ ഒന്ന് വീക്ഷിച്ചാൽ മതി. അപ്പം ഗുരുവായൂർ പലപ്പോഴും വായിക്കാൻ വേണ്ടിയിട്ട് ആധ്യാത്മ ഹാളിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ 12 ദിവസം അവിടെ പ്രവർത്തിക്കുമ്പോഴും മനുഷ്യാണാം സഹശേഷു എന്ന് പറഞ്ഞ അവിടെ എത്രയോ ആൾക്കാരാണ് ഈ 12 ദിവസത്തിനകം കോടിക്കണക്കിന് ആൾക്കാരാണ് വന്ന് ദർശനം നടത്തിയിട്ട് പോവുക. ഒരു ദിവസം തന്നെ വെക്കേഷൻ സമയവും കൂടെ ആയതുകൊണ്ട് എത്ര പേരാ വന്നു പോയെന്ന് നമുക്ക് പുറത്തുകൂടെ പ്രദക്ഷിണം വെക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് 4 അമ്പലത്തിന് പുറത്ത് തന്നെ പ്രവർത്തിക്കാം, മതിൽക്ക് പുറത്ത് തന്നെ പ്രദക്ഷിണം വയ്ക്കാം, അത്ര ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്തൊരവസ്ഥ. അപ്പോൾ ഈ ആധ്യാത്മിക ഹാളിലേക്ക് കയറി വരുന്നവർ ചിലർ ഇങ്ങനെ ആരും കയറില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ആധ്യാത്മിക ഹാള് അവിടെ കയറി വന്നാൽ തന്നെ ആ കോണിപ്പടിയുടെ മുകളിലെത്തിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ബോർഡൊക്കെ വായിച്ചിട്ട് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകും. അകത്തെന്താ നടക്കണമെന്ന് ശ്രദ്ധിക്കില്ല. ചില ആൾക്കാർ കയറിയാൽ അവിടുന്ന് ഒന്ന് എത്തി നോക്കും, ആ വാതിക്കൽ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒന്ന് എത്തി നോക്കും അവിടെ എന്താ നടക്കണമെന്ന്. എത്തി നോക്കിയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോരും. ചില ആൾക്കാർ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ സമർപ്പിച്ചിട്ട് പോവുക. കുറച്ച് നേരം ചിലർ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് വേഗം പോകും. ചിലർ 5 മിനിറ്റ് ചിലപ്പോൾ അവിടെ ഇരിക്കും, വന്നതല്ല എന്ന് ഉദ്ദേശിച്ചിട്ടിരിക്കും. ചിലരകത്തേക്ക് വന്നാൽ ആ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ നാമജപമോ ഉണ്ടെങ്കിൽ അത് പങ്കെടുക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവത്തിൽ, ഇതാണ് കാർപ്പണ്യദോഷോപഗത സ്വഭാവം എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരനെ ഭജിക്കാൻ നടക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ സ്വഭാവമുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് വളരെ വിരളമാണ്. അപ്പം അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത് യഥാർത്ഥ ധർമ്മം അവർ ജയിച്ചാലാണോ ഞങ്ങൾ ജയിച്ചാലാണോ ധർമ്മം പുനഃസ്ഥാപിക്കാതെ ശ്രേയസ്കരം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് അങ്ങ് എനിക്ക് ശ്രേയസ്കരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെ ഒരു ശരണാഗതി ഭഗവാന്റെ അടുത്ത് തന്നെ ശരണം പ്രാപിക്കണമെങ്കിൽ അതും ഒരു യോഗ. അപ്പോൾ അങ്ങനെ ഗീതയൊക്കെ കേട്ട് ശ്രേയസ്കരമായിട്ട് ഭൗതികമായ നേട്ടം അർജുനുണ്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്കാണ് ജിജ്ഞാസ പോകുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്ന ഈ ആത്മമന്ത്രസ്യ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഹംസയോഗം തുടങ്ങുക. അപ്പം ആത്മമന്ത്രം എന്ന് പറയുന്നത് എന്താ? ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള മന്ത്രം. അത് മനത്രാണയതി ഇതി മന്ത്രഃ. മനസ്സിനെ ത്രാണനം ചെയ്ത് അത് കടഞ്ഞെടുത്ത് അതിൽ നന്മ തിന്മകളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് അതിൽ നിന്ന് നന്മയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അനായാസന ജീവിതം നയിക്കുക. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ, സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് അനായാസന ജീവിതം എന്ന് പറയുന്നത്.
ഇത് അർജുനന് 36 വർഷം കൊണ്ട് സാധിച്ചു. ഭഗവാൻ പറഞ്ഞതനുസരിച്ചപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ശ്രേയസ്സാണ് ഈ രാജ്യഭോഗങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. എന്നാൽ ഇടയ്ക്ക് സന്യാസി വേഷം കെട്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് എന്താ അന്ന് ഗീതോപദേശം ഒന്നും ചോദിച്ചില്ല, എനിക്ക് പറഞ്ഞു തരണമെന്നും പറഞ്ഞില്ല. അന്ന് ഭൗതികതയിൽ രമിച്ചിട്ട് ഒരു എന്താ പറഞ്ഞേ പെൺകുട്ടിയൊക്കെ ഇട്ടിട്ട് സന്യാസിയായിട്ട് വേഷം ധരിച്ച് ഒരു വർഷക്കാലം താമസിക്കുന്ന കൂട്ടത്തിൽ ദ്വാരകയിൽ ചെല്ലുകയും അവിടെ ഒരു സ്ത്രീയെ കണ്ട് ഭ്രമിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് എന്ന് വെച്ച് ഇത് ആരാന്ന് ചോദിക്കും. അവിടെ ഭൗതികമായിട്ട് ആത്മീയമായ യാതൊരുവിധ ജിജ്ഞാസയും അർജുനനില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോഴും ഭഗവാൻ പറയുന്നത് എൻ്റെ സഹോദരിയാണ്, വേണമെങ്കിൽ അടിച്ചോണ്ട് പൊക്കോളാൻ പറയും. അങ്ങനെ സുഭദ്രയോടൊന്ന് കട്ടുകൊണ്ട് പോരുക, അതിനും ഭഗവാൻ കൂട്ടു നിൽക്കുക. ഇതാണ് സ്വല്പം അഭ്യസ്യധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു ഭഗവാനുമായിട്ട്. അത് രക്തബന്ധത്തിലേക്ക് കളർന്നു ഉണ്ടായി. അല്ലെങ്കിൽ തന്നെ സുഹൃത്താണ്, ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടവനാണ്, സമപ്രായക്കാരാണ്, ഇതിലൊക്കെ ശ്രേഷ്ഠതയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ സന്യാസി വേഷത്തിൽ പോയിട്ട് പോലും ആത്മജ്ഞാനം ആത്മബോധത്തെ പറ്റി സംസാരിക്കുന്ന പോലുമില്ല. ഇതൊക്കെയാണ് നമ്മുടെയും അവസ്ഥ, സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് അവസരം കിട്ടിയാലും ചിലപ്പം നമ്മൾ ഗുരുവായൂർ പോയാലും വേണ്ടില്ല, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭൗതികം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായി. ഒക്കെ പ്രയാസമായിരിക്കും, ഇന്നല്ലേ നാളെ നഷ്ടപ്പെടും, എന്നാലും വേണ്ടില്ല അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും. പക്ഷേ മനുഷ്യൻ പൊതുവെ ഇങ്ങനെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ഭഗവാനോട് അടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം. അപ്പം ഇതിനൊക്കെ പ്രേരണ നൽകുന്നത് നമ്മുടെ ആത്മശക്തി തന്നെയാണ്. അപ്പം ഈ വിശുദ്ധി എന്ന് പറയുന്നത് സകല പാപ രാഹിത്യം വരുമ്പോൾ, ഏത് തരത്തിലുള്ള ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലുള്ള കർമ്മബന്ധനങ്ങളും തീർന്ന പാപരാഹിത്യം വരുമ്പോഴാണ് വിശേഷ ജ്ഞാനത്തിന് അർഹതയായിട്ട് വരിക. അപ്പം അങ്ങനെ ഭൗതികമായിട്ടങ്ങളിൽ രമിച്ച് സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ആത്മജ്ഞാനത്തെ, ബ്രഹ്മോപദേശത്തെ പറ്റി കുറച്ചൊരു ഹിൻ്റൊക്കെ ഗീതയിൽ അവിടെ ഇവിടെയൊക്കെ ഭഗവാൻ പറയുന്നത് കൊണ്ട് കുറച്ചൊരു ജിജ്ഞാസ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നാശോചിതം അർഹസി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു ആത്മവേദന ഉണ്ടാകുന്ന സമയത്താണ് ഇതേപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടായിട്ടാണ് ഭഗവാന്റെ അടുത്ത് ചെന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് പോയി ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അതിന് പക്വത വരുത്താൻ വേണ്ടിയിട്ട് ശരിക്കും 36 അധ്യായത്തിൽ അനുഗീത പറഞ്ഞത്, കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടി. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായപ്പോഴാണ് ഉത്തരഗീതയിലേക്ക് വരുന്നത്. അപ്പോൾ ഉത്തരഗീതയിലേക്ക് വന്ന ആ പക്വത എന്ന് പറയുന്നത് ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന് പറയുന്ന പോലെ ഗീതയിലെ 6 അധ്യായം കടക്കുന്നതാണ് ഈ പറഞ്ഞ 5ാമത്തെ ശ്ലോക തലത്തിലേക്ക് നമുക്ക് എത്താൻ തന്നെ സാധിക്കും. അതാണ് ഞാൻ ഇന്നലെ അഷ്ടാംഗ യോഗത്തെ പറ്റി പറഞ്ഞത്. പടിയാറും കിടക്കുക എന്ന് പറഞ്ഞാൽ 6 യോഗങ്ങളും ഞാൻ പറഞ്ഞതാണ് ഇന്നലെ. ഒന്ന് യമനിയമങ്ങൾ പാലിക്കുക. അതേപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു ക്ലാസ് എടുക്കാം. അഷ്ടാംഗയോഗം തന്നെ എൻ്റെ പ്രഭാഷണം 2 എപ്പിസോഡായിട്ട് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ അതൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ആരെങ്കിലും ഇട്ടാൽ യമനിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് സ്വഭാവ ശുദ്ധീകരണത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അത് നമ്മളെ ജീവിതത്തിൽ പാലിക്കുക തന്നെ വേണം. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വര നിയമങ്ങളാണ്, ഒരു ശാസന വ്യവസ്ഥിതിയാണ്. മനുഷ്യന് ധർമ്മത്തിൽ അനുസരിച്ചുകൊണ്ട് ധർമ്മക്ഷേത്രത്തെ ക്ഷതം കൂടാതെ കാത്ത് സംരക്ഷിക്കണമെങ്കിൽ അഷ്ടാംഗ യോഗം തന്നെ അനുസരിക്കണം. അതിലാദ്യത്തെ സ്റ്റെപ്പാണ് സ്വഭാവ ശുദ്ധീകരണത്തിനാണ് നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ പെർഫെക്ഷൻ, ജോയിൻസും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അപ്പോഴാണ് പൂർണ്ണ മനുഷ്യൻ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിന് ഉടമയാകും. അതിലും അത് പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗീതയിലെ 13ാം അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം തൊട്ട് 11ാമത്തെ ശ്ലോകം വരെ പറയുന്ന അതിൻ്റെ ശ്രേഷ്ഠത, ധർമ്മത്തിന് ക്ഷതം കൂടാതെ ശരീരം പെർഫെക്റ്റായിട്ട് ധർമ്മക്ഷേത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഈശ്വരീയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതൊക്കെ ഭാവമായിരിക്കണം പ്രകടമാകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് 5 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നുണ്ട്. ശരീരശാസ്ത്രം പറയുന്നു 13ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകം തൊട്ട് 11ാമത്തെ ശ്ലോകം വരെ. പിന്നെ അതാണ് ശരിക്കും ശരീരത്തെ പെർഫെക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം യോഗാസനങ്ങളോ ഇല്ലെങ്കിൽ വ്യായാമ മുറകളോ ഒക്കെ ചെയ്യണം. ദിവസവും വേണം. ഒരു 10, 15, 20 മിനിറ്റ്, ഒന്നുമില്ലെങ്കിലും
10-15 മിനിറ്റ് ഒരു 2 കിലോമീറ്റർ നടന്ന് 2 കിലോമീറ്റർ തിരിച്ചു വരാം. അപ്പോൾ ഒരു 4 കിലോമീറ്ററാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒന്ന് വാക്കിംഗ് എങ്കിലും നമ്മുടെ ശരീരത്തെ കൊണ്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ യോഗം. മൂന്നാമത്തെ യോഗം എന്ന് പറയുന്ന ആസനജയം നേടുക. അതായത് നട്ടെല്ല് നിവർത്തി 3 മണിക്കൂറെങ്കിലും ഇരിക്കാൻ സാധിച്ചാൽ അതാണ് ആസനജയം. അതിൽ കൂടുതലും ഇരിക്കാൻ സാധിക്കും, പക്ഷേ 3 മണിക്കൂറെങ്കിലും യോഗസ്ഥിതിയിൽ ഇരിക്കാൻ സാധിക്കണം. അതിനെയാണ് ആസനജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രാണായാമത്തെ പറ്റി ഞാൻ പറഞ്ഞു. ആ പ്രാണായാമം നാഡീശുദ്ധി പ്രാണായാമത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അതിൻ്റെ വിധി എന്ന് പറയുന്നത് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ വിടുക. ഇത് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നതുകൊണ്ട് സാധിക്കും. എത്ര അക്ഷരമുള്ള മന്ത്രം ജപിക്കുന്നോ അത്ര ഇരട്ടിയായിരിക്കും. ഒരു ശ്വാസം എടുത്തിട്ട് ഒരു മന്ത്രം ജപിച്ചാൽ തന്നെ അതിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ഇരട്ടിയായിട്ടായിരിക്കും നിശ്വാസവായുവിനെ നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചോളൂ. അതുകൊണ്ടാണ് നാമസങ്കീർത്തനം വേശ സർവപാപ പ്രണാശനം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ. ഈ നാമസങ്കീർത്തനം കൊണ്ട് സകല പാപങ്ങളെയും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. പൂർവജന്മാർജിതമായിക്കോട്ടെ, പക്ഷേ അത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ പോരാ, ചടങ്ങെന്ന നിലയിൽ ചെയ്താൽ പോരാ. ദിവസവും 10-20 മിനിറ്റ് സമയമെങ്കിലും വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ജപിച്ചാൽ മതി. അത് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നമ്മൾ നട്ടെല്ല് നിവർത്തിയിരുന്ന് ജപിക്കുക. ഇല്ലെങ്കിൽ 108 അഷ്ടാക്ഷരി മന്ത്രം, 108 പഞ്ചാക്ഷരി മന്ത്രം, 108 ഗായത്രി, ഇതിലേത് വേണമെങ്കിലും യുക്തിസഹജമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും, പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഷോഡശാക്ഷരി മന്ത്രം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരമേ ഉള്ളൂ. പക്ഷേ ഷോഡശാക്ഷരി മന്ത്രം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ജപിക്കുകയാണെങ്കിൽ 32 അക്ഷരമായിട്ട് അത് വരും. ഒരു മാത്ര ഗായത്രി മന്ത്രത്തെ അപേക്ഷിച്ച് 8 അക്ഷരത്തിൻ്റെ മാത്ര കൂടും എന്നർത്ഥം. അപ്പോൾ മന്ത്രജപം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നു മാത്രമല്ല, പ്രാണശക്തി നമ്മളെ ഉപയോഗിക്കുന്നതിനുള്ള കപ്പാസിറ്റി കൂടി. അതായത് നാഡീശുദ്ധി പ്രാണായാമം ആയിരിക്കും നൽകുക. ആ യോഗ അനുസരിച്ചുകൊണ്ട് 9 വിധ പ്രാണായാമം ചെയ്ത് അതിലേറ്റവും ശ്രേഷ്ഠമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അത് പഠിച്ച് ചെയ്താൽ ഉത്തമമാണ്. പലരും യോഗയൊക്കെ പഠിക്കുന്നുണ്ട്, ഇല്ലേ ആർട്ട് ഓഫ് ലിവിങ്ങിലൊക്കെ പോയിട്ട് പഠിക്കും. പക്ഷേ ഇതൊക്കെ ആരംഭസുരത്തേ ഉള്ളൂ. അത് നിത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ടതായിട്ട് എനിക്ക് പലരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഫോളോ അപ്പ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് നിത്യകർമ്മത്തിൽ ഉൾപ്പെടുത്തി ചെയ്താലേ അതിൻ്റെ ഗുണം നിലനിൽക്കൂ. ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നട്ടെല്ല് നിവർത്തിയിരുന്ന് ഈ പ്രാണായാമം തന്നെ നടക്കുക. നമ്മൾ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിച്ചാൽ എത്ര അക്ഷരമുള്ള മന്ത്രം ജപിക്കുന്നോ അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഇരട്ടി ഭാവം ശ്വാസഗതിയിലുണ്ടാകും. ഒരു ശ്വാസം എടുത്തിട്ട് എത്ര അക്ഷരമുള്ള മന്ത്രം ജപിക്കുന്നോ അത്രയും ഇരട്ടിയായിട്ടായിരിക്കും നിശ്വാസവായുവിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സ് ഏകാഗ്രമാകും, ശുദ്ധീകരിക്കപ്പെടും. മനഃശുദ്ധിയാണ് മന്ത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനത്രാണയതി ഇതി മന്ത്ര. അപ്പം സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നട്ടെല്ല് നിവർത്തിയിരുന്ന് ഈ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഏത് മന്ത്രം ജപിച്ചാൽ, പ്രത്യേകിച്ചും സംസ്കൃത പദങ്ങളുള്ള മന്ത്രം ജപിച്ചാൽ അത് നാഡീശുദ്ധി പ്രാണായാമമായിരിക്കും നടക്കുക. അപ്പം വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ നിത്യമായിട്ട് സാത്വിക സമയത്തൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ യുക്തിസഹജമായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒരു ദിവസത്തിൽ ഈ ഒരു നേരമെങ്കിലും ഇത് ചെയ്തിരിക്കണം. അവിടെയാണ് മനസ്സ് ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിക്കപ്പെടും. അവിടെ ചിത്തശക്തി ഉണരും. ഈ പ്രോസസ്സ് നടക്കാതെ ഒരിക്കലും നമ്മുടെ ആത്മശക്തി സ്റ്റേബിലിറ്റി ഉണ്ടാവില്ല. സാധാരണഗതി ജീവിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അപ്ഗ്രേഡേഷൻ പോഷിപ്പിക്കുക. ദേവാൻ ഭാവേ താൻ ഏനതേ ദേവ ഭാവയന്തുവാഹ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഓരോ ദേവതാ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ആ ഇന്ദ്രിയ ശക്തികളെ പോഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരൊറ്റ ക്രിയ കലിയുഗത്തിൽ എളുപ്പമാണ്. ഈ പൂജയും യാഗവും യജ്ഞവും വേദവൈദിക മന്ത്രങ്ങളും ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഈ മന്ത്രജപം കൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താൻ സാധിക്കും. ഉണർത്തുമ്പോഴാണ്, അവിടെയാണ് ഭഗവാൻ പറഞ്ഞ ആത്മമന്ത്രസ്യ തൃപ്തസ്യ,
ഹംസയോഗത്തിലേക്ക്. ആത്മാശക്തി നമ്മളെ പോഷിപ്പിക്കട്ടെ, അത് നമ്മളിൽ 50% ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് തോന്നിയാസം ജീവിക്കണമെങ്കിൽ ഈ ആത്മശക്തിയുടെ ജീവനില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ സാധിക്കല്ലോ. ഒരു നിരീശ്വരവാദിയും യുക്തിവാദിയും ഒക്കെ ഇതിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ ഗുണഫലങ്ങളെ അനുഭവിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആസുരി ഭാവത്തെ, ഇല്ലെങ്കിൽ ആസുരീയ സമ്പത്തിനെ ആർജിക്കാൻ വേണ്ടിയിട്ടും അത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ഇതൊട്ട് നിലനിൽക്കാനും സാധിക്കില്ല. കാരണം ആസുരി സമ്പത്ത് ഒരിക്കലും പ്രത്യക്ഷമാണ്, പിന്നെ അപ്രത്യക്ഷമാണ്. നമ്മുടെ ശരീരം പോലും ആസുരി സമ്പത്താണ്, ഇന്നല്ലേ നാളെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജീവിതം കൊണ്ട് ഭൗതിക നേട്ടങ്ങൾ എന്തൊക്കെ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകളോ ഉണ്ടാക്കിയാലും അത് ശാശ്വതമായിരിക്കില്ല, അതൊക്കെ പ്രേയസായിരിക്കും. അതേസമയം ആ ഗുണഫലങ്ങളെ ശാശ്വതമായിട്ട് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആത്മബോധത്തെ ഉണർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞേ, നിങ്ങൾ ഇഷ്ടഭോഗങ്ങൾ പോലും ഇച്ഛിക്കുന്നതനുസരിച്ച് സാധിക്കണമെങ്കിൽ ഇതിനെയൊക്കെ പോഷിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ ദേവശക്തികൾ നമ്മുടെ ശരീരത്തെ ഇന്ദ്രിയ ശക്തികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ പോഷിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടഭോഗങ്ങളെ കിട്ടും, അത് ശ്രേയസ്കരമായിട്ട് മാറും. അത് പരസ്പര സഹവർത്തിത്വത്തിലൂടെ അതിനെ നിലനിർത്തിക്കോളൂ. അതിനുള്ള ശക്തിയൊക്കെ ഭഗവാൻ 2 ശ്ലോകത്തിലൂടെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രേയസ്സിലേക്ക് എത്താമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോയിട്ട് ജീവിതം ഇങ്ങനെ വ്യർത്ഥമാക്കുന്നല്ല, പ്രാരാബ്ധത്തിൽ പെട്ടിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ച് മരിച്ച് നടക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഗീതയിൽ പറഞ്ഞതും. ആ കർമ്മത്തിൽ സക്സസ് എങ്ങനെയാകാം എന്നുള്ളതാണ് ഗീതയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോൾ അർജുനൻ ജീവിതത്തിൽ സക്സസ് ആയി ഉദ്ദേശിച്ച പോലെ ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് അതിലൊക്കെ വിജയം നേടി ഇനി ബ്രഹ്മപ്രാപ്തിയിലേക്ക് പോകണം. ഈശ്വരപ്രാപ്തി, ഈശ്വരനിൽ വന്നു ഈശ്വരിലേക്ക് എത്തണം. അത് നമ്മൾ സ്വയം എത്താൻ ശ്രമിക്കണം, ആത്മസമർപ്പണം നടത്തണം. അവിടെയാണ് മനുഷ്യ ജന്മത്തിൻ്റെ പൂർണ്ണത വരും. ഭഗവാൻ തന്നെ സ്വധാമത്തിലേക്ക് സ്വയം തിരിച്ചു പോയതാണ്. അതേപോലെ മനുഷ്യജന്മം അതുപോലെ ചെയ്യാൻ സാധിക്കും, പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനാണ് മനുഷ്യജന്മം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ഈശ്വരിലേക്ക് വന്നു ഈശ്വരിലേക്ക് പരമശുദ്ധമായിരിക്കുന്ന ആത്മാവിനെയും ജീവാത്മാവിനെയും നമുക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യത്തോടുകൂടി നൽകി അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് അത് തിരിച്ച് കൊണ്ടുപോയി ഭഗവാന്റെ ചരണങ്ങളിൽ സമർപ്പിക്കണം. അതാണ് ഈ ഉത്തരഗീതയുടെ ഉദ്ദേശ ലക്ഷ്യം പോലും. അപ്പം അതുകൊണ്ട് അതിനൊരു പക്വതയാണ് ഈ പറയുന്ന അഷ്ടാംഗയോഗം അനുസരിക്കുക എന്ന് പറയുന്നത്. അത് നിത്യമായിട്ട് അനുസരിക്കുന്നവർക്ക് ശരിക്കും ഈ ഉത്തരഗീതയുടെ യോഗ്യതയിലേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് ഉയരാൻ തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗീത പഠിക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകുക തന്നെയില്ല, ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗീത പഠിച്ചവരെ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇതിൽ അവരവരുടെ ജിജ്ഞാസുക്കളായിട്ടുള്ളവരെ മാത്രമേ ഗ്രൂപ്പിൽ ചേർത്തിട്ടുള്ളൂ. ഞാനായിട്ട് ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ആ ഒരു ലെവലിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം കേട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് സ്വല്പം അഭ്യസ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്പമെങ്കിലും നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അത് മഹത്തായ ഫലത്തെ ഒഴിവാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം. ഒരു ചുവട് വെച്ചാൽ 4 ചുവട് ഭഗവാനായിരിക്കും വയ്പ്പിക്കുക എന്ന സത്യത്തെ നമ്മൾ അറിയണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ 4ാമത്തെ യോഗമാണ് പ്രാണായാമം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരമാണ് 5ാമത്തെ യോഗം എന്ന് പറയുന്നത്. 5ാമത്തെ യോഗത്തിൽ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. നമ്മൾ ഈ പറയുന്ന ജപതപാദികൾ ചെയ്യണമെങ്കിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതിന് കണ്ണിനെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവികളിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും നിയന്ത്രിക്കണം. അതിനെ നിരോധിക്കുകയല്ല വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കണം. അതാണ് നിയന്ത്രണം എന്നുദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ആഹാര നിയന്ത്രണം. കാരണം ജനിക്കുമ്പോൾ തൊട്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ഈ ആഹാരത്തിൻ്റെ പിന്നാലെ പോയിട്ടാണ്. ജീവിതത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പകുതി ആയുസ് ഉറങ്ങിക്കഴിച്ചു കൂട്ടും, ഇല്ലെങ്കിൽ ഉറക്കം നടിച്ച് കഴിച്ചു കൂട്ടും. പിന്നെ കുറേ അധികം സമയം ബാക്കിയുള്ള 50% ആയുസ്സിൽ ബാക്കി അതിൻ്റെ 50% നമ്മൾ ഈ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും അത് സംഭരിക്കലും അത് വെച്ചലും വിളമ്പലും കൊടുക്കലും കഴിക്കലും പിന്നെ പാത്രം കഴുകി വയ്ക്കലും, അങ്ങനെ ജീവിതത്തിൻ്റെ പകുതി ആയുസ് അങ്ങനെ തീരും. പിന്നെ എപ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനും അനുസരിക്കാനും ഒക്കെ സമയം കിട്ടുക എന്നുള്ളത് സ്വയം ആലോചിച്ചു കൊള്ളുക.
അപ്പം എന്നാലും മനുഷ്യജന്മം ശ്രേഷ്ഠമായ ജന്മമാണ്. ഇത് വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ സാധിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ഇച്ഛാശക്തി ഉണ്ടായാൽ മതി, പിന്നെ ക്രിയാശക്തിയിലേക്ക് ഭഗവാൻ നയിച്ചോളും എന്നതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അതായത് ഭഗവാൻ തന്നെ ഗീതയിൽ 2-ാം അധ്യായത്തിൽ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം, യഥാ സംഹരജായും കൂർമൂങ്കാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാത്യപിഗതസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത. അപ്പോൾ പ്രത്യാഹാരം എന്ന് പറയുന്ന ആ യോഗം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. ആമ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ എപ്പോൾ പ്രതിസന്ധി വരുന്നോ തൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ നമുക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ദീപസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ ശില്പം ആമയുടെ മുകളിലായിരിക്കും ദീപസ്തംഭം. അവിടെ ആ ദീപസ്തംഭം സ്ഥാപിച്ച് ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ ഈ ആമയുടെ 5 ഇന്ദ്രിയങ്ങളും പുറത്താ കാണുക. അതേസമയം നമ്മൾ പോയിട്ടൊന്ന് തൊട്ടാൽ മതി, അതിൻ്റെ ജീവനുള്ള ആമ അതിൻ്റെ 5 ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കും. വലിയൊരു ഈ തത്വത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നതെന്ന് അർത്ഥം. അതായത് ഈശ്വരൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് എത്ര കഠിനമായ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കും എന്ന് ആമ ക്ഷേത്രസന്നിധിയിൽ ദീപസ്തംഭം ഏറ്റിക്കൊണ്ട് നിന്ന് നമ്മളെ കാണിച്ചു തരിക. അവിടെയാണ് ഇന്ദ്രിയ നിയന്ത്രണം ആമയ്ക്ക് പോലും സാധ്യമാണ്. ഭഗവാൻ ആമയായിട്ട് അവതരിച്ചിട്ടുമുണ്ട്, മന്ധരപർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും എന്ന് കാണിച്ചു തരികയാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആഹാര നിയന്ത്രണം. അതിന് വ്രതാനുഷ്ഠാനങ്ങളും യുക്താഹാര വിഹാരസ്യ യുക്തേഷസ്സു കർമ്മസു എന്നൊക്കെ ഗീതയിലും ഭഗവാൻ അതിനുള്ള സ്റ്റെപ്പൊക്കെ പറഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരിക്കരുത്, അമിതമായിട്ട് കഴിക്കരുത്, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അമിതമായിട്ട് ഉറങ്ങരുത്, പണിയെടുക്കേണ്ട സമയത്ത് എടുക്കണം, അമിതമായിട്ട് എടുക്കരുത്. ഇങ്ങനെ യുക്തിസഹജമായിട്ട് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അത് കുതിച്ചു പായുന്ന കുതിരകളാണ്. അതുകൊണ്ട് അതിൻ്റെ കടിഞ്ഞാൻ മനസ്സാണ്. ആ കടിഞ്ഞാൻ മനസ്സ് ബുദ്ധിയിൽ സമർപ്പിക്കണം. അതായത് ഈശ്വരനാണ് ബുദ്ധിസ്ഥാനത്ത് നിൽക്കുക. അതുകൊണ്ട് ആ കടിഞ്ഞാൻ ഭഗവാന്റെ നിയന്ത്രണം അനുസരിച്ചുകൊണ്ട് നമ്മളും പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതാണ് ഉദ്ദേശ ലക്ഷ്യം. അതാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം സാധിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ധാരണ. തെറ്റിദ്ധാരണകളെല്ലാം പോയിട്ട് യഥാർത്ഥ ധാരണയിലേക്ക് എത്തണം. അതാണ് ഈശ്വരനെ വേണം ആജ്ഞാചക്രത്തിൽ ധരിക്കാൻ. നമുക്ക് 3 സ്ഥാനത്ത് വേണമെങ്കിൽ ധരിക്കാം. ഹൃദയകമലത്തിലാകാം, വിശുദ്ധി ചക്രത്തിലാകാം, അത് ആജ്ഞാചക്രത്തിലാകാം. ഗീതയിൽ ഭഗവാൻ ഭ്രൂമധ്യം ആജ്ഞാചക്രം 50% ഓൾറെഡി ഏതൊരു മനുഷ്യനും, സ്ത്രീയോ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളവർക്കെല്ലാം ആക്ടിവേറ്റഡ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് ആരെന്തു പറഞ്ഞാലും നമുക്ക് തോന്നിയത് ചെയ്യാനുള്ള തോന്നലുണ്ടാക്കുന്നത്. അത് നല്ലതായാലും ചീത്തയായാലും ആ തോന്നലുകളാണല്ലോ നമ്മളെ നയിക്കുന്നത്. ആ തോന്നലുകളാണ് യഥാർത്ഥത്തിൽ ആജ്ഞകൾ, നമ്മളെ നയിക്കുന്നത് അതാണ്. അതുകൊണ്ട് ആ ആജ്ഞാചക്രത്തിൽ ആണ് ധാരണയുണ്ടാക്കേണ്ടത്. അപ്പം ആ ധാരണ എന്ന് പറഞ്ഞാൽ അതിന് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പം. ഈ ജപമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കുക, എന്നിട്ട് ശ്വാസഗതി മാത്രം ശ്രദ്ധിക്കുക. സാക്ഷിഭാവത്തിൽ നമ്മൾ ഫോഴ്സ് ശ്വാസം എടുക്കരുത്. ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യരുത്. നമ്മൾ സാധാരണ കണ്ണടച്ചിരുന്നാൽ ശ്വാസഗതി സാധാരണ പോലെ വന്നു പോകുന്നത് ശ്രദ്ധിച്ച് സാക്ഷിഭാവത്തിലിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും വെറുതെ ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ ബാഹ്യമായ വേണ്ടാത്ത ചിന്തകളല്ല, അതായത് നമ്മൾ ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്ന ചിന്തകൾ വരും. അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മുടെ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ഫോഴ്സൽ ബ്രീത്തിങ് ഒന്നും ആവശ്യമില്ല. ഏത് മൂക്കിക്കൂടെ 2 മൂക്കിക്കൂടെ ശ്വാസം വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം കണ്ണടച്ചുകൊണ്ട് അതിനെ വീക്ഷിക്കുക സാക്ഷിഭാവത്തിൽ കുറച്ച് സമയം. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയുടെ ഒരു വിഗ്രഹം ഉപാധി സ്വീകരിക്കാം. ഇല്ലെങ്കിൽ ഒരു നാളം മാത്രം കത്തി നിൽക്കുന്ന ഒരു വിളക്ക് എടുക്കാം. ഇതിലെ ഉപാധി എന്ത് വേണേലും സ്വീകരിക്കാം. 8 വിധ ഉപാധികളുണ്ട്, ഏത് വേണേലും സ്വീകരിക്കാം. എന്നിട്ട് ആ വിഗ്രഹം ഇല്ലെങ്കിൽ ഒരു ചിത്രം 30 സെക്കൻഡ് കണ്ണ് തുറന്ന് ശ്രദ്ധയോടെ കാണുക. വ്യക്തമായി കണ്ട് വിഗ്രഹത്തെ കാണുന്നത് വ്യക്തോപാസനയും കണ്ടുകൊണ്ട് ഉപാസിക്കുന്നത് വ്യക്തോപാസനയും. കണ്ണടച്ചിട്ട് ആ വിഗ്രഹം ആജ്ഞാചക്രത്തിൽ തെളിഞ്ഞു വരും. തുടക്കത്തിലൊന്നും അത് ഫ്ലാഷ് അടിച്ചു പോവുകയൊക്കെ ചെയ്യും. കുറച്ച് ദിവസത്തേക്ക് കിട്ടുക തന്നെയില്ല. കിട്ടിയ തുടങ്ങിയാൽ തന്നെ ഇടിമിന്നൽ പോലെ വന്നു പോകും. പിന്നെ
അത് ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അത് അതേപടി നിങ്ങൾ മാല ചാർത്തിയിരിക്കുന്ന വിഗ്രഹമോ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തൊക്കെ ഭഗവാന്റെ ശരീരത്തിലുള്ള അലങ്കാരങ്ങൾ മുഴുവൻ പ്രകാശ സ്വരൂപമായിട്ട് ആജ്ഞാചക്രത്തിൽ കാണാൻ സാധിക്കും. ഇത് വെറുതെ പറയല്ല, ഇത് കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുമില്ല എന്നർത്ഥം. അപ്പോൾ അത് ആ വ്യൂ പോയിന്റ്, അതായത് നമ്മുടെ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ ഒരു പോയിന്റിൽ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഉറപ്പിക്കുന്നതാണ് ധാരണ. ആ ധാരണ ഉറച്ചാൽ പിന്നെ ഈശ്വരനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസവും ഒക്കെ നമുക്കില്ലാതെയാകും. നമ്മുടെ ശക്തി മുഴുവൻ നമ്മളെ യഥാവിധി ഈശ്വര ശക്തിയാൽ പ്രവർത്തിപ്പിക്കുന്ന ആജ്ഞാചക്രമാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ആജ്ഞകളനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുക. ഞാനിപ്പോൾ ഒരാളോട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാലും അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള അനുവാദവും ഇല്ലെങ്കിൽ തോന്നലും നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കണം. ഒരാളുടെ തോന്നലും മറ്റൊരാൾ വിചാരിച്ചാൽ ആ തോന്നൽ മാറ്റാൻ സാധ്യമല്ല. ഇതൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയാണ്ടോ ഇതൊക്കെ നിന്റെ തോന്നലാ, വെറും തോന്നലാന്ന് പറയും. ഈ വെറും തോന്നലാണെങ്കിൽ ഈ വെറും തോന്നൽ ഒരാളിലുണ്ടാകുന്ന തോന്നൽ മറ്റൊരാൾക്ക് മാറ്റിക്കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് അവനവൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. അതൊരിക്കലും മാറ്റി മറിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ തോന്നലുകൾ ഉണ്ടാകുന്നത് ആജ്ഞാചക്രത്തിൽ നിന്നാണ്. അപ്പം അത് പരിശുദ്ധമായി അത് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈശ്വരൻ്റെ ഭാവമാണ് നമ്മളിൽ തോന്നലുകൾ സൃഷ്ടിക്കുക. ഒരു സ്വപ്നം കണ്ടാൽ പോലും അതനുസരിച്ചായിരിക്കും ആ സ്വപ്നം. അപ്പം അതുകൊണ്ട് അത്രമാത്രം പെർഫെക്റ്റാണ് ഈശ്വരശക്തി നമ്മളിൽ കോപ്പി ടു കോപ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്വഭാവം കൊണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ച് ഭൗതികതയിൽ രമിച്ച് ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുന്നവർക്ക് ഒരിക്കലും ഇത് ആക്ടിവേറ്റ് ചെയ്യില്ല. എന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ അതിന് പ്രേരണ നൽകുന്നത് ഭഗവാനാണെങ്കിലും അതിനൊന്നും നമ്മളെ ഇൻ്റർഫെയർ ചെയ്യൊന്നുമില്ല. എന്നാൽ മനസാക്ഷി രൂപത്തിൽ ചിലതൊക്കെ നമുക്ക് സിഗ്നൽ തരുകയൊക്കെ ചെയ്യും, ഇത് ശരിയല്ല എന്നൊക്കെ പറയും. എന്നാലും വേണ്ടില്ല, അത് പോയി ചെയ്യുകയും ചെയ്യും. കാരണം നമ്മുടെ ആഗ്രഹം കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും പ്രേരണാശക്തി കൊണ്ട് മറ്റുള്ളവരുടെ സംഘദോഷവും സമ്പർക്കദോഷമൊക്കെ പോയി നമുക്ക് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ പോലും മനസാക്ഷി പറഞ്ഞാലും പോയിട്ട് ചെയ്യും. ഇത് കാമയേഷ ക്രോധയേഷ ഒരൊറ്റ കാര്യമാണ്. രജോ ഗുണത്തിൽ നിന്നുണ്ടായതും കിട്ടിയിട്ട് പോരാത്ത ആഗ്രഹങ്ങളുമാണ് ഇതിൻ്റെ പിന്നാലെ പോകാൻ കാരണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ധാരണ ശരിയായിട്ട് വന്നാലോ പിന്നെ തെറ്റിദ്ധാരണയൊക്കെ പോവും, അന്ധവിശ്വാസം ഇല്ലാതെയാവും. അതുകൊണ്ട് ധാരണ എന്ന ശക്തിയാണ് ശരിക്കും ആറാമത്തെ പടി. അതാണ് ഗീതയിലെ 6 അധ്യായം കൊണ്ട് ഭഗവാൻ അർജുനെ കടത്തിവിടുന്നത്. അതാണ് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം എന്നൊക്കെ ഭഗവാൻ പിന്നെ ഭഗവാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ അവൻ്റെ സുഹൃത്തായിട്ട് മാറുക. ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമാകും ഭഗവാൻ. ആ ലോകമഹേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ സുഹൃത്തായിട്ട് മാറും. പിന്നെന്താ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് ഒപ്പം തന്നെ നിൽക്കും ഭഗവാൻ. എവിടെ പോയാലും ഭഗവാന്റെ റേഞ്ചിൽ നിന്ന് പരിധിയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. ഇതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറഞ്ഞാൽ. ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഈ 6 യോഗം കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒരു 6 സ്റ്റെപ്പ് ആര് ഫോളോ ചെയ്യുന്നോ അടുത്ത സ്റ്റെപ്പിലേക്ക് ധ്യാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ധാരണാശക്തി ക്രിയേറ്റ് ആകണം. അപ്പോൾ ധാരണാശക്തി ക്രിയേറ്റ് ആയാലും പിന്നെ ഈ ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഹംസയോഗത്തെ പ്രാക്ടീസ് ചെയ്യണം. അതായത് എടുക്കുന്ന ശ്വാസം സ്വ എന്ന ശബ്ദത്തിൽ ഉയരുകയും അതിനെ ഹം എന്ന ശബ്ദത്തിൽ പുറത്തേക്ക് വിടുകയും വേണം. ഇത് മനസ്സുകൊണ്ട് ചെയ്താൽ മതി. ഇത് ഈ പ്രക്രിയ നമുക്ക് അറിയാതെ തന്നെ ഈ ഒരു പ്രക്രിയ ബ്രഹ്മനാഥം കേൾക്കുന്നുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അതാണ് ആത്മമന്ത്രസ്യ. ഇപ്രകാരം ഉള്ള സമുന്നയങ്ങളെയാണ് ആത്മമന്ത്രത്തിൻ്റെയും ഹംസത്തിൻ്റെയും പരസ്പര സമുന്നയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ജീവാത്മാവിനെ പ്രാണവായുവിലൂടെ ഓങ്കാരത്തിൽ ഉൾക്കൊള്ളിച്ച് പരമാത്മാവുമായിട്ട് സമുന്നയിപ്പിക്കുന്ന വിദ്യയാണ് ഈ യോഗം എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള ഹംസയോഗത്തെ അഭ്യസിക്കുന്ന നിഷ്കാമനായിട്ടുള്ള യോഗികൾക്ക് ധ്യാനത്താൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതാണ്. അതിനെയാണ് യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ എന്ന് പറഞ്ഞത്. അപ്പം ഈ ധാരണയിൽ സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമേ ധ്യാനത്തിലേക്ക് നമുക്ക് സാധിക്കൂ. ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു പ്രത്യേക അവസ്ഥയൊന്നുമല്ല.
നമ്മൾ ധാരമുറിയാതെ ഒഴുകുന്ന തൈലധാര, അതായത് ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ ഒഴുകുന്നത് പോലെ ഒരേ വിഷയത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം വ്യൂ പോയിന്റ് തീരുമാനിച്ചാൽ ആജ്ഞാചക്രത്തിൽ സ്ഥിരം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ധ്യാനം ശീലിക്കാനുള്ള വഴിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സ്വസ്ഥമായിട്ട് സുഖാസനത്തിലിരുന്നുകൊണ്ട്, നിങ്ങൾക്ക് ഏത് ആസനത്തിലാണോ സുഖം തോന്നുന്നത് നട്ടെല്ല് നിവർത്തിയിരുന്നുകൊണ്ട് ആജ്ഞാചക്രത്തിൽ മനസ്സിൻ്റെ കേന്ദ്രീകൃതം, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുക. ഒരേ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും കുറച്ച് സമയം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിന് ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മൾ ധ്യാനിക്കാൻ വേണ്ടിയിട്ടിരുന്നാൽ മറ്റു പല ചിന്തകളും, ഒന്നിനെപ്പറ്റി ചിന്തിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നാൽ മറ്റു പല ചിന്തകളും വന്ന് കയറും. നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ തന്നെ സഹസ്രനാമം തന്നെ ജപിച്ച് ശ്രദ്ധിച്ച് ഇരുന്ന് ജപിക്കണം എന്ന് വിചാരിച്ചാലും ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം മനസ്സ് ചാടിപ്പോകുന്നതാണെന്ന് ഞാൻ പറയും. ചിലപ്പോൾ പുറത്തേക്ക് ചാടിപ്പോകും, ഇല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും വിഷയത്തേക്ക് കൊളുത്തിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ച് മാത്രം ഇരിക്കുക. ആ സ്വസ്ഥമായിട്ടിരിക്കുക, യാതൊരു ഫോഴ്സും ചെയ്യാതെ തന്നെ, ശരീരത്തെ മസിലൊന്നും പിടിക്കാതെ സാധാരണ സുഖാസനത്തിലിരുന്നു കൊണ്ട് രണ്ട് മൂക്കിക്കൂടെയും വന്നു പോകുന്ന സാധാരണഗതിയിലുള്ള ശ്വാസഗതിയെ ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇരിക്കുക. എന്നിട്ട് ചിന്തിക്കേണ്ട വിഷയം സെലക്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ ജന്മവും കർമ്മവും അറിയണം, താത്വികമായിട്ട് മനസ്സിലാക്കണം. ജന്മകർമ്മജമേ ദിവ്യം യവം ചോപേത്തി തത്വത തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതിസോ അർജുന എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മങ്ങളും താത്വികമായിട്ട് ആരറിയുന്നോ അവന് പുനർജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ കഥ മാത്രം 90 അധ്യായത്തിലൂടെ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കഥ, പൂതനാമോഷണം, ഇല്ലെങ്കിൽ കാളിയമർദ്ദനം, ഇല്ലേ ഉല്ലൂകബന്ധനം, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം എടുത്തിട്ട് അത് മാത്രം ചിന്തിക്കുക. ആ കഥാഭാഗം മാത്രം, അവിടെ നമ്മൾ മനസ്സ് വ്യതിചലിക്കാതെ അത് മാത്രം ചിന്തിച്ചാൽ അതാണ് ധ്യാനം. ഓരോ ദിവസവും ഓരോ വിഷയം നിങ്ങൾക്ക് എടുക്കാം. ഭഗവാന്റെ കഥ മാത്രമേ എടുക്കാവുള്ളൂ, വേറൊരു കഥ എടുക്കരുത്. നമ്മുടെ കാര്യങ്ങളോ അല്ലെ വീട്ടിലെ കാര്യങ്ങളോ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകളോ ബാഹ്യമായ വിഷയങ്ങളോ ഒന്നും വരരുത്. ആ പരമമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാര്യങ്ങൾ മാത്രം ഒതുക്കുക. അതാണ് ഭഗവാൻ തന്നെ പറഞ്ഞു, കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടു എന്നൊക്കെ ക്ലിയർ കട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അതിൽ താത്വിക വശം നമുക്ക് വാക്യാർത്ഥങ്ങൾക്ക് ഉപരി ചില രഹസ്യങ്ങളും മനസ്സിലാകും. അപ്പം ആ ഒരു ലെവലിൽ ദിവസവും നമുക്ക് ഒരു വിഷയത്തെപ്പറ്റി 10-15 മിനിറ്റ് ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇത് ധാരണ ഉണ്ടാക്കിയിട്ട് ആജ്ഞാചക്രത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ധ്യാനം ശീലിക്കാൻ. ഇത് ധ്യാനം ശീലിച്ചാൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് പെർഫെക്ഷൻ, അപ്ഗ്രേഡേഷൻ കിട്ടിയാൽ അത് കഴിഞ്ഞെണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ തുടങ്ങും. ശാന്തി അതിൽ നിന്നായിരിക്കും. ബാക്കി എന്ത് കാര്യം ചെയ്താലും ഇത്രയും ശാന്തിയും സമാധാനവും ഒരു പ്രസന്നതയും തോന്നുകയില്ല. ഇതാണ് സമാധി അവസ്ഥ. ഇത് സ്വയം ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് 8 യോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 8 യോഗങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഹംസയോഗം ഭഗവാൻ പറഞ്ഞത് നമുക്ക് അഭ്യസിക്കാൻ തന്നെ സാധിക്കൂ. അപ്പം അപ്പോഴേ നമുക്ക് ഇപ്രകാരമുള്ള ഹംസയോഗത്തെ അഭ്യസിക്കുന്ന നിഷ്കാമന ആയ യോഗിക്ക് ധ്യാനത്താൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതാണ്. അതിനാൽ യോഗേന ഗത കാമാനാം ഭാവന ധ്യാനം, ഭാവന എന്ന് പറഞ്ഞാൽ ധ്യാനം, ബ്രഹ്മചക്ഷസ്, അതായത് പിന്നെ ഈശ്വരൻ്റെ കണ്ണുകളാണ് നമ്മളിപ്പോൾ. ബ്രഹ്മചക്ഷസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനദൃഷ്ടി തുറക്കും. പിന്നെ ഈശ്വരൻ്റെ കണ്ണുകളാണ് നമ്മൾ പ്രവർത്തിക്കുക. ചെവി പ്രവർത്തിച്ചാലും ഈശ്വരൻ്റെ ചെവിയായിരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയ ശക്തികളും ദേവതാധിഷ്ഠാനത്തിലാണ്. അതൊക്കെ അതേ ഭാവനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് ബ്രഹ്മചക്ഷതയെ എന്ന് പറഞ്ഞത്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും സ്വാദറിയുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ കണ്ണിലൂടെ ആയിരിക്കും, ഈശ്വരൻ്റെ വീക്ഷണമായിരിക്കും, ഈശ്വരൻ്റെ ഭാവനയായിരിക്കും നമുക്കുണ്ടാവുക. ബാക്കി ഒരു ശക്തിക്കും നിങ്ങൾക്ക് അതിനെ ഒന്നും അതപ്പതിപ്പിക്കാൻ സാധ്യമല്ല. അത് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് നമ്മളിൽ ആ ഈശ്വരീയ ഗുണങ്ങൾ, നമ്മളിൽ 50% ഒരു നിരീശ്വരവാദിയിൽ പോലും ഈശ്വര ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവനത് അറിയാതെ ഇരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പൂർണ്ണത വരില്ല. അതേസമയം
ഈ ഉപാസനയിലൂടെ ഈ ശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 26 ഗുണങ്ങളാണ് ഈശ്വര ഗുണങ്ങൾ. ആ ഈശ്വരീയ ഗുണങ്ങളുടെ 50% നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് കുറച്ചുകൂടെ പോഷിപ്പിക്കപ്പെടുമ്പോൾ പിന്നെ നമ്മളിൽ ഗുണമാണ് പ്രകടമാകുക. പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അതാണ് ഗീതയിൽ 6-ാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞത്, യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസു കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ. പറഞ്ഞാൽ ഈ യുക്തിസഹജമായിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ യോഗത്തെ ശീലിക്കുന്ന ആൾക്ക് അത് തന്നെ, ആ യോഗം തന്നെ അവൻ്റെ ദുഃഖനാശകമായി ഭവിക്കും എന്നാണ്. മനുഷ്യൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനുഷ്യ ജന്മത്തിൽ സാധിക്കേണ്ട കാര്യം ഇത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് നാ ശോചിതും അർഹസി, മനുഷ്യ നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ മൗലിക അവകാശമായിട്ട് ഈശ്വരൻ നൽകിയിരിക്കുന്ന കാര്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയോ അതിനെ പോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അതേ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യലാവും. അത് നമുക്ക് ദുഃഖത്തിന് കാരണമാകും. അല്ലാതെ ഈശ്വരന്മാർ ഒരിക്കലും അടയുപടയും പായസമൊന്നും നിയമിച്ചില്ല എന്നോർത്തുകൊണ്ട് അവർക്ക് ദോഷം വരുത്തുക എന്നുള്ള കൺസെപ്റ്റൊന്നും ലക്ഷ്യമൊന്നും ഈശ്വരന്മാർക്ക് ഒരു ഈശ്വരന്മാർക്കും ഇല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തികളെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത കൊണ്ട് അത് നമ്മുടെ ശത്രുവായിട്ട് മാറുക. നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് ശത്രു. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനവസാദിയൻ എന്ന് ഭഗവാൻ പറഞ്ഞത്. ആരാണോ തൻ്റെ ആത്മാവിനെ താൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അവൻ്റെ ആത്മാവ് അവന് ഏറ്റവും വലിയ സുഹൃത്തും മിത്രവുമായി മാറും. ആരാണോ ഉയർത്താതിരിക്കുന്നത് അവൻ്റെ ആത്മാവ് അവന് തന്നെ ശത്രുവായിട്ട് മാറും എന്ന് പറഞ്ഞു. അത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ സ്വയം നന്നാകൂ എന്ന് പൂർവീര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം സ്വയം നന്നാകൂ, എന്നിട്ട് കുടുംബം നന്നാക്കൂ, എന്നിട്ട് ലോകം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മതി എന്നാണ് പൂർവീര് നമുക്ക് മാർഗദർശനം തന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഒരിക്കലും ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പരിശ്രമം ചെയ്യിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. ഇതൊക്കെ സംശയലേശമെന്നെ നമ്മൾ ഉറപ്പിച്ചു കൊള്ളണം. അതുകൊണ്ട് ഈ അഭ്യാസം നമ്മൾ നിത്യയുക്തമായിട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ശബ്ദവും എല്ലാം ഈശ്വരൻ്റെ വരദാനമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. ഇവിടെ യോഗേന ഗതകാമാനാം ഭാവന അഥവാ ധ്യാനം ബ്രഹ്മചക്ഷതയെ. പിന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ ആ ബ്രഹ്മത്തിൻ്റെ പ്രഭാവത്താലായിരിക്കും പ്രവർത്തിക്കുക എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടന്നാൽ, ശരീരനാമ ജസ്യാന്തം ഹംസത്വം പാരദർശനം. 6-ാമത്തെ ശ്ലോകം, ഹംസോഹം സാക്ഷരം ചൈവ കൂടസ്ഥം യതദക്ഷരം. അതായത് ഈ ശരീരം തന്നെയാണ് മാധ്യമം. ധർമ്മക്ഷേത്രമാണ് ശരീരം. ശരീരം മാധ്യം ഖലു ധർമ്മസാധനം. ശരീരത്തിൻ്റെ പോലും നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണെന്ന് അറിഞ്ഞിരിക്കുക. ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവിൻ്റെ അന്ത്യലക്ഷ്യം പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷമാകുന്നു. അതാണ് നമ്മുടെ ജന്മോദ്ദേശം, ധർമ്മം പോലും. അത് നമ്മളെ ധരിപ്പിച്ചാവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവിൻ്റെ അത്യന്ത ലക്ഷ്യം പരമപുരുഷാർത്ഥമാകുന്ന സാക്ഷാത്കാരമാണ്. പരമാത്മാവ് വിലയം പ്രാപിക്കലാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ ജീവാത്മാവ് ഹംസത്വമായിരിക്കുന്ന പരമാത്മാ പദവിയിൽ എത്തിച്ചേരും. അത് നമുക്ക് ഒരു ചുവട് അങ്ങോട്ട് വയ്ക്കാൻ ശ്രമിച്ചാൽ മതി, 4 ചുവട് ഈ പ്രകൃതി നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് വയ്പ്പിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കിട്ടിയാൽ മതി. ആ ഒരു ചുവടിലേക്ക് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഖതോ ഭയാ. പിന്നെ ഒരു ബന്ധനങ്ങളും നിങ്ങൾക്ക് ബാധകമല്ല. ഭഗവാൻ സകല പ്രതിബന്ധങ്ങളും ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ നിഷ്കരണം നമുക്ക് അതിനെയൊക്കെ അതിക്രമിക്കാനുള്ള ശക്തിയും നൽകും. അപ്പോൾ ജീവാത്മാവ് ഹംസത്വമായിരിക്കുന്ന പരമാത്മാ പദവിയിൽ എത്തിച്ചേരും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഹംസത്വ പ്രാപ്തിയിൽ എത്തുമ്പോൾ മാത്രമേ കർമ്മം അവസാനിക്കുകയുള്ളൂ. ഈ ഒരു യോഗത്തിലേക്ക് എത്തുമ്പോഴേ നമുക്ക് കർമാവസാനം ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രവൃത്തി മാർഗത്തിലായിരിക്കും പ്രവർത്തിക്കുക. കാരണം എന്താ, കണ്ടിന്യൂറ്റി ഓഫ് വർക്ക്, ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരും കർമ്മങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ യോഗത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പരമമായ ലക്ഷ്യത്തിലേക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങൾ ഒന്നൊന്നൊന്നായിട്ട് ക്രമത്തിൽ ഓരോന്നും നമുക്ക് ഉപേക്ഷിക്കാനുള്ള പ്രേരണയും ഉണ്ടാകും തന്നെ. അത് ബന്ധനമില്ല. ബന്ധനം ബാക്കി വരുമ്പോഴാണ് എന്തെങ്കിലും ബാക്കി വെക്കുന്ന സ്വഭാവം നമുക്കുള്ളത്.
ഇന്ന് ബാക്കി വയ്ക്കുന്ന കർമ്മമാണോ നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുക? ഈ ജന്മത്തിൽ ബാക്കി വയ്ക്കുന്ന കർമ്മങ്ങളാണ് അടുത്ത ജന്മത്തിൽ വന്ന് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബാക്കി വെക്കാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. അകത്തുള്ളതൊക്കെ എടുത്ത് പുറത്തിട്ടേക്കുക, പുറത്തുള്ളതൊന്നും എടുത്ത് അകത്തേക്ക് പുതിയതായിട്ടൊന്നും എടുത്തിടരുത്. അതാണ് സർവാരംഭ പരിത്യാഗി എന്ന് പറയുന്നത്. പുതിയതായിട്ട് ഒന്നും തുടങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരംഭം ആ ലക്ഷ്യത്തിലായിരിക്കണം കർമ്മം ചെയ്യുന്നത്. അപ്പം ഈ ഹംസത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഹംസയോഗം പരിശീലിക്കണം. ഇത് പരിശീലിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ തനിയെ ഒടുങ്ങാൻ തുടങ്ങും എന്നർത്ഥം. അതുകൊണ്ടല്ലേ അർജുന, നീ എന്നെ തന്നെ ധ്യാനിക്കുക. ഹം എന്ന വാക്കിന് ധ്യാനിക്കുന്നു എന്ന അർത്ഥമുണ്ട്. എങ്ങനെ ധ്യാനിക്കണം? സോഹം ധ്യാനമാണ് നടത്തേണ്ടത്. അതായത് ഭാഗവതം, ശിവജ്ഞാന ദീപിക, സ്വരോദയം തുടങ്ങിയ മറ്റനേകം ഗ്രന്ഥങ്ങളിലും സോഹം ധ്യാനത്തിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹംസ ഗായത്രിയിലൂടെ പ്രശ്വാസങ്ങളെയും മനസ്സിനെയും നാദബ്രഹ്മത്തിൽ ലയിപ്പിച്ച് ഉപാസകൻ ബ്രഹ്മധ്യാനം ചെയ്യുന്നു. ഇപ്രകാരമുള്ള അജപാധ്യാനമാകുന്നു ഋഷികുല പരമ്പരാവിദ്യയെന്ന് സോഹം ധ്യാനം പറയുന്നത്. അതായത് ഹംസ ഗായത്രി, അജപാ ഗായത്രി എന്നും പേരുണ്ട്. ഹംസ വിദ്യയാകുന്ന അക്ഷരവിദ്യ അനശ്വരതയുടെ വിദ്യയാണ്. അതുകൊണ്ട് ഹംസവിദ്യയെ പരാവിദ്യ എന്നും പറയുന്നത്. ഹംസമന്ത്രത്തിൻ്റെ മൂലാക്ഷരം സമസ്ത മന്ത്രങ്ങളുടെയും അക്ഷരങ്ങളുടെയും മൂലമാണ്. അത് ആത്മസ്വരൂപമാണ്. അത് തന്നെയാണ് പ്രണവമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ജീവിച്ചിരിക്കുമ്പം ഈ ശരീരത്തോടെ ചെയ്ത് അതിൽ സാക്ഷാത്കാരം നേടലാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് ശ്വാസപ്രക്രിയയിൽ നമ്മുടെ പുറത്തൊന്നും നമ്മളൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. പരമമായ ധർമ്മം ഈശ്വരപ്രാപ്തിയാണെന്ന് പറഞ്ഞു. ആ മനുഷ്യജന്മത്തിൻ്റെ ആ ജീവാത്മാവിനെ എവിടെ നിന്ന് കിട്ടിയോ അങ്ങോട്ട് കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളതാണ് സാക്ഷാത്കാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശരീരത്തിൽ കൂടിക്കൊള്ളുന്ന ഈ ജീവാത്മാവിൻ്റെ അന്തിമമായ ലക്ഷ്യം പരമപുരുഷാർത്ഥ പ്രാപ്തിയാണ്. അത് ലക്ഷ്യം എന്ന് പറയുന്ന മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് ഇനി തിരിച്ചു വരാത്തൊരവസ്ഥ. അത് പരമാത്മാവി വിലയം പ്രാപിക്കലാണ്. അതിനാണ് ഭക്തിയുടെ 9 പടികളിൽ ആത്മസമർപ്പണം എന്ന 9ാമത്തെ പടിയും. അപ്പോൾ ജീവാത്മാവ് ഹംസത്വമായ പരമാത്മാ പദവിയിൽ എത്തിച്ചേരും. അത് വിലയം പ്രാപിക്കും. ഹംസത്വ പ്രാപ്തിയിൽ എത്തുമ്പോൾ മാത്രമേ കർമ്മം അവസാനിക്കുകയുള്ളൂ. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എല്ലാ കർമ്മങ്ങളും ബന്ധന കാരണങ്ങളാണ്. അത് തന്നെയാണ് കർമ്മത്തിൻ്റെ ദോഷവും. അപ്പം എത്രയൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും വേണ്ടില്ല, ആ കർമ്മം ഒരിക്കൽ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഈ ഹംസയോഗം അഭ്യസിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ എന്തൊക്കെയാണോ കർത്തവ്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കും. ആ ശരണാഗതിയിൽ തന്നെ ഈ ഭഗവാൻ പറഞ്ഞതനുസരിച്ചു കൊണ്ടാണ് നമ്മൾ അന്ധവിശ്വാസമല്ലാതെ ആ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള കർമ്മയോഗമാണ് ചെയ്ത് പൂർത്തീകരിച്ചതെങ്കിൽ അവിടെ ഒന്നും പ്രാരാബ്ധമോ ഇല്ലെങ്കിൽ കർമ്മബന്ധനങ്ങളോ ഉണ്ടാകുന്നതല്ല. അപ്പോഴാണ് കർമ്മ അവസാനം ഉണ്ടാകുക. എല്ലാ കർമ്മങ്ങൾക്കും ദോഷമുണ്ട് എന്ന് പറയാൻ തന്നെ കാരണം ഏത് കർമ്മം ചെയ്താലും അത് വാസനാബലത്തെ ഉണ്ടാക്കും. അതാണ് അതിൻ്റെ ദോഷം. ആ വാസനാബലം ഇല്ലാതെ നിസ്സംഗനായിക്കൊണ്ട് കർമ്മം ചെയ്യാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഗീതയിൽ എന്നർത്ഥം. അങ്ങനെ കർമ്മയോഗം എന്ത് കർമ്മമാണ് ചെയ്താലാണോ ഈശ്വരപ്രാപ്തിയിലേക്ക് ബന്ധനങ്ങളില്ലാതെ എത്താൻ സാധിക്കുന്നത്, ആ കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യൂ അർജുന. അത് ചെയ്തിട്ടാണ് അർജുന ശരിക്കും ഇതേപ്പറ്റി അറിയാൻ ചെന്നിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് ചെന്നിരിക്കുന്നത്, ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ പ്രാപ്തിയിലേക്കുള്ള ഉപായം പറഞ്ഞു തരാൻ പറയുന്നത്. ആ ജിജ്ഞാസ തന്നെ ഉണ്ടാകുന്നത് ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നൊരവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു മാർഗത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പണ്ടേ പൂർവികരും സപ്തർഷികളും അതുപോലെ മഹാത്മാക്കളും ഒക്കെ ഈ ഹംസയോഗത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ ആരും ചർച്ച ചെയ്യാതെ തന്നെ ഇല്ല. ഗീത തന്നെ പഠിച്ചാൽ അത് മോക്ഷസന്യാസ യോഗത്തിൽ മോക്ഷത്തിലേക്ക് എത്താം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഗീതയിൽ 1-2 സ്ഥലത്ത് സൂചനകൾ മാത്രമേ ഉള്ളൂ. അതിൽ ചില രഹസ്യങ്ങൾ ഭഗവാൻ ഒളിച്ചു വച്ചിരുന്നു. അതാണ് ഈ ഉത്തരഗീതയിലൂടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നതും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട്
ഇതും കൂടെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിലുള്ള ഈശ്വരശക്തി മൂലാധാരത്തിൽ കിടക്കുന്നത് ഉയർന്നു വന്ന് ഹൃദയകമലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് കുറേശ്ശെ ഈശ്വരവിശ്വാസവും ഭക്തിയും ഉണ്ടാകുന്നത്. അതിനെ സ്വധർമ്മത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിലേക്ക് വിശേഷമായിട്ട് ശുദ്ധീകരിക്കണം. അതായത് യാതൊരുവിധ കർമ്മബന്ധനവും ഇല്ലാതെ പാപരാഹിത്യം വരുന്നപ്പോഴാണ് അത് വിശുദ്ധി ചക്രത്തിലെത്തുക. അപ്പോഴാണ് നമുക്ക് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാമം, സ്വനപേടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഈശ്വരൻ്റെ സ്ഥൂല രൂപമായിട്ട് മാറും. നമ്മുടെ ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ഒക്കെ ക്ലിയർ കട്ട് സ്പഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചൊല്ലിക്കൊടുക്കുകയോ ചെയ്താൽ നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നമ്മളിൽ ഈ സ്വയംഭൂവായിട്ട് തന്നെയുള്ള ശക്തി ഈശ്വരൻ്റെ സ്ഥൂല രൂപമാണ്. നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുക, ശ്രവണശക്തി വർദ്ധിക്കും, അത് ഗ്രാഫിക് പവർ കൂടും, മെമ്മറി പവറിനെ കൂട്ടും, കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട വിധത്തിൽ കാണാൻ സാധിക്കും. അവിടെയാണ് ബ്രഹ്മചക്ഷസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആർക്കും കാണാൻ പറ്റാത്തതൊക്കെ നമുക്ക് ദൃഷ്ടിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ പെർഫെക്ഷൻ കൂടുതൽ, കർമ്മത്തിന് നമുക്ക് കർമ്മബന്ധനം ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം ഈശ്വരൻ്റെ സ്ഥൂല രൂപം ഭാവം പ്രകടമാകാൻ തുടങ്ങും. അതാണ് ബ്രഹ്മചക്ഷസ് എന്ന് പറയുന്നത്. ഹംസവിദ്യ, അതായത് ഹംസവിദ്യയെ പരാവിദ്യ എന്ന് പറയുന്നത്. ഹംസമന്ത്രത്തിൻ്റെ മൂലാക്ഷരം സമസ്ത മന്ത്രങ്ങളുടെയും അക്ഷരങ്ങളുടെയും സകല ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന സകല അക്ഷരങ്ങളുടെയും ഭാഷകളുടെയും മൂല അക്ഷരമാണ്, അഥവാ മൂലമന്ത്രമാണ് ഈ പ്രണമ മന്ത്രം. അഥവാ അതാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത്. ബ്രഹ്മനാദം എന്ന് പറയുന്നതും ഈ ബ്രഹ്മനാദമാണ് ആദ്യ ശബ്ദം. ആകാശമാണ് ആദ്യമായിട്ട് പഞ്ചഭൂതങ്ങളെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ ഗുണമാണ് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത്. ആ ശബ്ദബ്രഹ്മത്താൽ ആദ്യം പ്രകടമായതാണ് ഈ ശബ്ദബ്രഹ്മം. അതിൽ നിന്നാണ് അക്ഷരം പോലും ഉണ്ടായതെന്നർത്ഥം. അതിൻ്റെ കർഷണത്തിലാണ് വായു ചലനാത്മകമായത്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ശബ്ദബ്രഹ്മമാണ്. ആ തിരിച്ചും ശബ്ദബ്രഹ്മത്തിലേക്ക് ചേർന്നിട്ടാണ് ശൂന്യതയിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സാണ് ഇവിടെ നമ്മുടെയൊക്കെ ശരീരത്തിലെ പ്രാണൻ്റെ ഗതിവിഗതികൾ, അതായത് ശ്വാസമാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗുരു നമ്മുടെ പ്രാണനാണ്. അതിൻ്റെ നിലനിർത്തുന്നത് വായുവാണ്. നമ്മുടെ ഗുരുവായിരിക്കുന്ന ആ ജീവാത്മാവിനെ നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, ചലിപ്പിക്കുന്നത് പ്രാണവായുവാണ്. അപ്പം അത് ഈ ശരീരമാകുന്ന ഊരിലാണ്. അതിൻ്റെ അധികാരി നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ആരാ എന്ന് സ്വയം ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഹംസവിദ്യ ശീലിക്കുന്നതുകൊണ്ട് ആ സാക്ഷാത്കാരം നമ്മുടെ പരമഗുരുവായിരിക്കുന്ന ജീവാത്മാവിനെ സാക്ഷാത്കരിക്കുക ചെയ്ത് അത് ശാശ്വതമാണ്. അതിനൊരിക്കലും മരണമില്ല. ഈശ്വരൻ മരണമില്ലാത്തവനാണ്, നശിക്കാത്തതാണ്. അപ്പോൾ അതിൻ്റെ അംശമാകുന്ന നമ്മുടെ ജീവാത്മാവിനും മരണവും ഇല്ല, ജനനവും ഇല്ലാത്ത അവസ്ഥയാണെന്നർത്ഥം. അതുകൊണ്ട് അപ്പം നമ്മളൊക്കെ എത്രയോ ജന്മങ്ങളായിട്ട് ഈ ശരീരം ഇങ്ങനെ മാറുന്നേ ഉള്ളൂ. മാറ്റമില്ലാതെ നിൽക്കുന്ന ആത്മശക്തിയുടെ ഉടമകൾ തന്നെയാണ്. മരണമില്ലാത്ത ഒരു ശക്തിയുടെ മരണവും ഇല്ല, മരണമില്ലാത്തതിന് ജനനവും ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഹംസവിദ്യ അനശ്വരമായ വിദ്യ ആയതിനാൽ ഹംസയോഗ ഉപാസകന്മാർക്ക് ഒരിക്കലും മരണവും ഉണ്ടാകില്ല. മരണമില്ലാത്തവന്, നാശമില്ലാത്തവന് എങ്ങനെയാ പുനർജനിക്കേണ്ടി വരിക? അപ്പോൾ പുനർജന്മം ഉണ്ടാവുകയില്ല. ആ പുനർജന്മ ജനന മരണങ്ങളെ ജയിച്ച ആ വിദ്വൻ സ്ഥിരസമാധിയിലേക്ക്, സമാധിയുടെ പരമപദവി പ്രാപിക്കുകയും ചെയ്യും. അപ്പം ആ ഒരു അവസ്ഥയിൽ എത്തിയ ആൾക്ക് മാത്രമേ ശരീരം ഉപേക്ഷിച്ചാലും ഭഗവാനിലേക്ക് തന്നെ പോയി ചേരാൻ സാധിക്കും. കർമ്മബന്ധനം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ, ആധ്യാത്മിക വിദ്യയിൽ പോലും നമുക്ക് കർമ്മബന്ധനം ഉണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരുന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ ഹംസയോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കർമ്മങ്ങൾ ഒടുങ്ങിക്കഴിയുമ്പോഴേ ഇതിന് ജിജ്ഞാസയാകുകയുള്ളൂ. അപ്പോൾ അർജുനൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ എന്തോ ഒരു രഹസ്യം ഭഗവാനിൽ നിന്ന് അറിയണം എന്ന ജിജ്ഞാസ ഉണ്ടായി. എന്തൊക്കെയോ ഇത്രയൊക്കെ ഉപദേശം നൽകിയിട്ട് അനുഗീത പറഞ്ഞിട്ടും ഗീത പറഞ്ഞിട്ടും എന്തൊക്കെയോ ഭഗവാൻ യഥാർത്ഥ യോഗത്തെ മറച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നിയിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ ശരണം പ്രാപിച്ചിട്ട് യഥാർത്ഥ മാർഗത്തെ ഉപദേശിച്ചു തരണം, അതായത് ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായത്തെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മങ്ങളെല്ലാം ഒടുങ്ങി. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ അർജുൻ്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപിഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ ഞാൻ പറഞ്ഞ പോലെയൊക്കെ പ്രവർത്തിച്ച്
അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടായാൽ അതെല്ലാം മാപ്പ് നൽകി നിന്നെ എന്നിൽ ചേർത്തോളാന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഭഗവാനിലേക്ക് തന്നെ ആകർഷിക്കപ്പെട്ട് അർജുനൻ എന്തെങ്കിലുമൊക്കെ ചുറ്റിത്തിരിഞ്ഞിട്ടായാലും കർത്തവ്യകർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് കർമ്മം അവസാനിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തും. അപ്പോഴാണ് ഈ മോക്ഷപ്രാപ്തി തരാമെന്നും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഈ ഒരു യോഗ്യത ഉണ്ടെന്നർത്ഥം. അർഹത എല്ലാവർക്കും ഉണ്ട്, യോഗ്യത നമ്മൾ നേടണം എന്നർത്ഥം. അതാണ് ഈ 6ാമത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇനി അതിനെ ഒന്നോടെ സാധീകരിക്കുകയാണ് 7ാമത്തെ ശ്ലോകം. കാകീ മുഖ കരാന്ത ഉകാരശ്ചേതനാ കൃതി അകാരസ്യ ലുപ്തസ്യ കോ അർത്ഥ സംപ്രതിപദ്യതേ. ഹംസമന്ത്രത്തിൻ്റെ മൂലമന്ത്രവും മൂലാക്ഷരവുമായിരിക്കുന്ന ആത്മമന്ത്രത്തെക്കുറിച്ചും നാം ചിന്തിച്ചുവല്ലോ. അതാണ് പ്രണവം അഥവാ ഓംകാരം എന്ന മന്ത്രം. ഓംകാരം ഏകാക്ഷര മന്ത്രമാണ്. എന്നാൽ അത് 4 പാദങ്ങളോടും, അതായത് 4 മാത്രയോടും 16 കലകളോടും കൂടിയ പരമഗായത്രിയുമാകുന്നു. അകാരം, ഉകാരം, മകാരം, അർത്ഥമാത്ര ഇവകളാണ് ആത്മഗായത്രിയായിരിക്കുന്ന ഓങ്കാരത്തിൻ്റെ 4 പാദങ്ങൾ എന്ന് പറയുന്നത്. ഗായത്രി ഗാനം അഥവാ സംഗീതം. ഹംസയോഗോപാസകൻ അജപാധ്യാനത്തിലൂടെ ഉപാസന പുരോഗമിക്കുമ്പോൾ ശാശ്വതമായ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അകൃത്രിമമായ പ്രണവത്തെ താൻ മാത്രം അറിയുന്ന വിധത്തിൽ ശംഖനാദം പോലെ കേൾക്കുവാൻ തുടങ്ങുന്നു. അപ്രകാരം ഉപാസന തുടങ്ങുമ്പോൾ യോഗപരിശീലനത്തിന് ഉണ്ടാകുന്ന അവസ്ഥകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അഭ്യാസി ഈ യോഗം പരിശീലിക്കുന്നത് പ്രധാനമായിട്ടും പ്രാണായാമവും ധ്യാനവുമാണ്. അതിൽ ധ്യാനത്തിന് 3 തലങ്ങളുണ്ട്. ധ്യാനവും ധാരണയും സമാധിയുമാണ് 3 തലങ്ങൾ എന്ന് പറയുന്നത്. അത് അഷ്ടാംഗയോഗത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ധാരണയാണ് ആദ്യം, അതിൻ്റെ പിന്നാലെ ധ്യാനം, അത് കഴിഞ്ഞാൽ സമാധി. ആത്മജ്യോതിസിനെ ശരീരം മുഴുവൻ വ്യാപിപ്പിച്ച് ദേഹം ആകമാനം ഒരു ജ്യോതിർലിംഗമായി കാണുന്നതാണ് ധ്യാനം. അഥവാ ശക്തി ജ്യോതിസിനെ മണിപൂരകം തുടങ്ങി മുകളിലുള്ള ഓരോ ആധാരത്തിലും ധ്യാനിച്ച് ശരീരം മുഴുവൻ ശക്തിമയമാക്കി തീർക്കുന്നത് ധ്യാനം. മൂലാധാരവും സ്വാധിഷ്ഠാനവും തമോമയ ഗുണമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആധാരങ്ങളായതിനാൽ യോഗികൾ അവിടങ്ങളിൽ ധ്യാനിക്കാറില്ല. നിഷ്കളോപാസകന്മാർ ഭ്രൂമധ്യത്തിൽ നിന്നും സഹസാരത്തിലേക്ക് ആണ് ധ്യാനിക്കുക. ആത്മജ്യോതിസിനെ അഥവാ ശക്തിയെ ഒരു കേന്ദ്രത്തിൽ മാത്രം, അതായത് ധാരണ, അതായത് സഹസാര പത്മത്തിൽ, സഹസാര ബിന്ദുവിൽ ധരിച്ചുകൊണ്ട് അഥവാ കണ്ടുകൊണ്ട് അതിനെ ധ്യാനിക്കുന്നതാണ് ധാരണ. അതാണ് ഞാൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. ഒരു ഭ്രൂമധ്യത്തിൽ ഇല്ലെങ്കിൽ ഒരു സ്ഥാനത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു സ്ഥാനത്ത് ഈശ്വര ശക്തിയെ ധാരണ ചെയ്യുക. അപ്പോൾ അവൻ ആ ബിന്ദുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല, അറിയുന്നുമില്ല. ഇത് ധ്യാനത്തിൻ്റെ 2ാമത്തെ തലമായിരിക്കുന്ന ധാരണയാകുന്നു. ഉപാസകൻ ധാരണയിൽ അവഗാഢമായിട്ട് ആ ബിന്ദുവിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ ബിന്ദുവിനെ കാണുവാൻ അവൻ ഇല്ലെന്ന അവസ്ഥയിലാകും. അതായത് ശരീരബോധം പൂർണ്ണമായിട്ട് വിടും. പിന്നെ ആ ബിന്ദുവിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയും ധ്യാനവും. ഒന്നും അറിയാത്തതും എന്നാൽ എല്ലാം പൂർണ്ണമായി അറിയുന്നതുമായ അവസ്ഥയാണ് ഈ ധ്യാന അവസ്ഥ. ഇത് ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയ സമാധി അവസ്ഥയിലാകുന്നു. ഈ സമാധിയിലൂടെ അവൻ തുര്യവും തുര്യാതീതവുമായിരിക്കുന്ന അവസ്ഥകളെ പ്രാപിച്ച് പൂർണ്ണതയെ അറിയുകയും ചെയ്തു. ഹംസയോഗോപാസകൻ വിദ്യ പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകൃത്രിമമായ പ്രണവധ്വനി കേൾക്കുമെന്ന് നാം കണ്ടു. ഇതാണ് അനാഹതനാദം എന്ന് പറയുക. ഈ ധ്യാനം നമ്മൾ ശീലിച്ച് അത് അഭ്യസിച്ച് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ അനാഹതനാദം, അതായത് ഈ പ്രണവമന്ത്രത്തിൻ്റെ ധ്വനി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്വയം കേൾക്കാൻ പ്രാപ്തമാകുമെന്നാണ് പറയുന്നത്. അനാഹത നാദം എന്നാൽ നാശമില്ലാത്ത നാദം എന്നർത്ഥം. ഉപാസകൻ അതിനെ അനുസന്ധാനം ചെയ്യണം. പ്രണവ പാദങ്ങളായിരിക്കുന്ന അകാര ഉകാര മകാരങ്ങളിൽ അന്ത്യാക്ഷരമായിരിക്കുന്ന മകാരം അവനെ കാക്കിയിലേക്ക് മുഖം തിരിപ്പിക്കലാണ്. കാക്കി എന്ന വാക്കിന് കാക്കിപ്പട
മഹാമായ, ശക്തി സ്വരൂപിണി, സുഷുപ്തി, സമാധി തുടങ്ങിയ പല അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഇവിടെ സ്വീകാര്യമായിട്ടുള്ളത് സമാധി എന്ന അർത്ഥത്തിലായിരിക്കുന്നു കാഗീമുഖനായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മകാരം ഉപാസകനെ സമാധിയിലേക്ക് മുഖം ധരിപ്പിക്കുന്നതാണ്. ഉകാരം ചേതനാം സ്വരൂപവും അകാരം ലുപ്തസ്വരൂപവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവയെ രണ്ടിനെയും ഭ്രൂമധ്യ അന്തർസ്ഥിതമായിരിക്കുന്ന ആജ്ഞാചക്രത്തോട് ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആജ്ഞാചക്രത്തിലാണ് ഹൃദയപത്മം സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. വക്ഷസ്സുകളിൽ രക്തചംക്രമണം കേന്ദ്രമായിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അത് ഭൗതികവും സ്വീകാര്യമായ ഒരു ഹൃദയപത്മമാണ്. യോഗികൾ അതിനെ ഹൃദയപരമമായ പത്മമായിട്ട് സ്വീകരിക്കുന്നില്ല. അതായത് നമ്മൾ ഹൃദയം സർവസ്യജാഹം ഹൃദിസന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമാപോഘനം ച എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയും. നമ്മൾ ഈ ഹാർട്ട് ബീറ്റ്, അതായത് രക്തചംക്രമണം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഹൃദയപത്മം എന്നുദ്ദേശിക്കുന്നത്. അത് യോഗികൾ പറയുന്നത് ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ വലത്തുഭാഗത്താണ് ആ സ്പന്ദനം ഉള്ളത് എന്നാണ്. അത് പമ്പ് ചെയ്യുന്ന ഹൃദയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും കൂടി ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു. അതുകൊണ്ട് അതിനെ ഹൃദയപത്മമായി സ്വീകരിക്കുന്നില്ല. അതായത് അത് ഭൗതികവും സ്വീകാര്യമായിരിക്കുന്ന ഹൃദയപത്മമാണ്. ഹൃദയം പമ്പ്, രക്തചംക്രമണം അല്ലെങ്കിൽ രക്തത്തെ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ അല്ല ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇവിടെ എടുത്ത് വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. അത് ഭൗതികർക്കും സ്വീകാര്യമായിരിക്കുന്ന ഹൃദയപത്മമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാർട്ട് എന്ന് പറയുന്നത്. അതിന് ഉപരിയായിട്ട് യോഗികൾ അതിനെ ഹൃദയപത്മമായിട്ട് സ്വീകരിക്കുന്നില്ല. അത് ഭ്രൂമധ്യാന്തർഭാഗത്തോ ഇല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നെഞ്ചിൻ്റെ വലത്തും ഭാഗത്തായിട്ടും ചിന്തിക്കുന്നവരുണ്ട്. ആ മനഃചംക്രമണത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ആജ്ഞാചക്രത്തെ തന്നെയാണ് ഭഗവാൻ ഭ്രൂമധ്യം എന്ന് പറയുന്നതും. അവിടെയാണ് പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ മൂലാധാരത്തിൽ കിടക്കുന്ന പ്രാണൻ ഉയർന്നു വന്ന് ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഇവിടെ ദ്വിതള പത്മം എന്ന് എടുത്തു പറയുന്നത്. ശബരിമല ശാസ്താവിൽ ഇരിക്കുന്ന പീഠം പോലെയാണ്. ശബരിമല ശാസ്താവ് ഒരു പീഠത്തിലിരിക്കുന്ന ആ ദ്വിതള പത്മത്തിൻ്റെ ഭാവത്തിലാണ് ശാസ്താവ് ഇരിക്കുന്നത് എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. താഴെയുള്ള ഭാഗം അധോമുഖ ദളവും മുകളിലുള്ള ഭാഗം ഊർധ്വമുഖ ദളവുമാണ്. അധോമുഖത്തിൽ ദളത്തിന് താമരപ്പൂവിൻ്റെ കേസരങ്ങളിൽ പോലുള്ള 8 കർണികാദളങ്ങളുണ്ട്. ഇതാണ് യോഗികളുടെ ഹൃദയചക്രത്തിലെ അഷ്ടദള പത്മം എന്ന് പറയുന്നത്. ഊർധ്വമുഖ ദളത്തിന് 16 കർണികാദളങ്ങളുണ്ട്. ഇത് ഷോഡശപദങ്ങളാകുന്നു. ഷോഡശപദത്തിനുപരി ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന പര സദാ വിലസുന്നുവെന്ന് ആഗമങ്ങളിൽ അഥവാ ശാക്തേയ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ആജ്ഞയുടെ ദ്വിദളങ്ങളെ യോഗികൾ 2 പത്മങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് ഉപാസിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇതിൽ ഊർധ്വമുഖ ഭാഗത്തിന് ആജ്ഞാചക്രമെന്നും അധോമുഖ ഭാഗത്തിന് ആജ്ഞാനേത്രമെന്നും പേരുകൾ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. ആജ്ഞാചക്രസ്ഥിതമായിരിക്കുന്ന ഹൃദയപത്മത്തിൻ്റെ ദ്വിദള സന്ധിയിൽ അന്തർഭാഗത്തായിട്ട് ഊർധ്വ നാഡിയെ അടച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാകുന്നു ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. ഉപാസകൻ അഭ്യാസത്തിലൂടെ ഈ ഹൃദയഗ്രന്ഥിയെ ഭേദിച്ച് കൊണ്ട് പ്രാണനെ ഊർധ്വഗതി ആക്കേണ്ടതാണ്. യോഗ പരിശീലന മധ്യേ സ്വയംഭൂവായിരിക്കുന്ന നാദബ്രഹ്മത്തെ ശ്രവിച്ചു തുടങ്ങുന്നു. ആ നാദബ്രഹ്മത്തെ അവൻ അനുസന്ധാനം ചെയ്യുന്നു. നാദബ്രഹ്മം സദാ മുകളിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഊർധ്വമൂലത്തിലാണ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം പ്രാണനും ഊർധ്വഗാമിയായി തീരും. പ്രാണനാദങ്ങൾ ആജ്ഞയിൽ ചെന്ന് തട്ടും. ആജ്ഞാചക്രത്തിൻ്റെ അധോമുഖ ദളങ്ങളായിരിക്കുന്ന അഷ്ടദള പത്മം വിരിയാത്ത മൊട്ടുപോലെ കൂമ്പി നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രണവത്തിൻ്റെ ആദ്യ പാദമായിരിക്കുന്ന അകാരം ഇവിടെ ചെന്ന് തട്ടുമ്പോൾ പൂമൊട്ട് അല്പം വികസിക്കുന്നു. ഈ പ്രക്രിയയാണ് അകാരസ്യ ലുപ്തസ്യ എന്ന് വരി കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്.
തുടർന്ന് പ്രണവത്തിൻ്റെ രണ്ടാം പാദമായിരിക്കുന്ന ഉകാരം വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്മത്തിൻ്റെ അലയടിക്കുമ്പോൾ, അതായത് ആ പത്മത്തിൽ അലയടിക്കുമ്പോൾ അത് ചേതനാസ്വരൂപമായിട്ട് പൂർണ്ണ വികാസം പ്രാപിക്കുന്നു. മൂന്നാം പാദമാകുന്ന മകാരം പ്രാണനോടൊപ്പം അഷ്ടദള പത്മത്തിൻ്റെ മധ്യത്തിലുള്ള ഊർധ്വനാഡിയിൽ പ്രവേശിച്ച് ഹൃദയഗ്രന്ഥിയെ പിളർന്ന് ചിതാകാശത്തിലേക്ക് ഗമിക്കും. അതോടെ ഉപാസകൻ ധ്യാനത്തിൻ്റെ ഉയർന്ന ഘട്ടമായിരിക്കുന്ന സമാധിയിലേക്ക് അടുക്കും. പ്രണവത്തിൻ്റെ നാലാം പാദമാകുന്ന അർത്ഥമാത്രാക്ഷരം അവനെ സമാധിയിലേക്കും തുജ്യ അനുഭൂതിയിലേക്കും പ്രാപിക്കും. ഇതിനെയാണ് കോ അർത്ഥസ് സംപ്രതിപദ്യതേ എന്ന വരിയിൽ അവതരിപ്പിക്കുന്നത്. പ്രണവത്തിൻ്റെ അർത്ഥമാകുന്ന പര തന്നെയാണ് ഈ അർത്ഥമാത്ര. ഇപ്രകാരമുള്ള അകൃത്രിമമായിരിക്കുന്ന പ്രണവോപാസന സമ്പ്രദായമാണ് യോഗികൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് പ്രണവമന്ത്രത്തിന് 4 മാത്രമേ ഉണ്ടെന്നാണ് പറയുന്നത്. അകാരം, ഉകാരം, മകാരം, അതിനൊപ്പം തുര്യാവസ്ഥ എന്ന് പറയും. അത് ഒരു മണിനാദം കേട്ടാൽ അത് പ്രകൃതിയിലേക്ക് പോയി മൗനമായിട്ട് പോയിട്ട് ചേരുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പ്രണവമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഒരു ശ്വാസം എടുത്തിട്ട് പ്രണവം ജപിച്ചാൽ അത് പകുതി ശ്വാസം വായിക്കൂടെ ഒന്ന് ഉച്ചരിച്ച് പകുതി ആയി കഴിയുമ്പോൾ വായ അടയ്ക്കണം. എന്നിട്ട് മുകളിലേക്ക് അതിൻ്റെ ധ്വനി മുകളിലേക്ക് കയറണം. അത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ താലു, അതായത് നാക്ക് മോണയിൽ, മുകളിലത്തെ മോണയിൽ മുട്ടിച്ചുകൊണ്ട് എന്നുള്ള ശബ്ദം വിടുക. പിന്നെ ആ മകാരം പോയിട്ട് അവസാനിക്കുന്ന ആ ഘട്ടത്തിനാണ് 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പ്രണവമന്ത്രം 4 മാത്രയിൽ 108 പ്രാവശ്യം ജപിച്ചാൽ തന്നെ സഹസാരപത്മം ഓപ്പണാകുന്ന പറയാം. ഈ സമയം കൊണ്ടാണ് 18 മിനിറ്റ് എടുക്കും. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രണവം ജപിക്കണേ തന്നെ 10 സെക്കൻഡ് എടുക്കും. ഇങ്ങനെ 108 പ്രണവം ജപിക്കണമെങ്കിലോ 108 പ്രണവം ജപിക്കണമെങ്കിൽ 18 മിനിറ്റ് സമയമെടുക്കും. ഈ 18 മിനിറ്റ് കൊണ്ട് പ്രണവ മന്ത്രത്തെ മൂലാധാരത്തിൽ നിന്ന് എടുത്ത് 108 മന്ത്രം ജപിച്ചാൽ പ്രപഞ്ചപ്രാണനുമായിട്ട് ബന്ധിക്കപ്പെടും എന്നാണ് പറയുക. അതായത് 18 മിനിറ്റ് കൊണ്ട് പ്രണവമന്ത്രം മാത്രം മതി എന്നാണ് പറയുക ഈ ഹംസയോഗത്തിന്. അത് വേണ്ട വിധത്തിൽ 4 മാത്രമേ ജപിച്ചാൽ തന്നെ 16 കലകളോടെയാണ് അത് മുകളിലേക്ക് ഉയരുക. ഈ ഹംസവിദ്യ എന്ന് പറയുന്ന 1-2 ശ്ലോകങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിം മഹീശാഗോ ബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.